ഇപ്പോൾ കല്ലങ്കോടൻ മൊയ്തു വക്കീലിൻ്റെ അടുത്ത് 3 ഏക്കർ അല്ല അദ്ദേഹത്തിൻ്റെ കൈവശം അവിടെ ഉള്ളത്. ഈ ഭൂമി നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് പോയി നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണ്ടിലേരി ഇബ്രാഹിം എന്ന് പറയുന്ന ആളുടെ മകൾ സജനയുടെയും സുനിൽകുമാറിൻ്റെയും ഷംജിത്തിൻ്റെയും ഷംലയുടെയും ഭൂമി ഒരു സ്ഥലത്താണ്. എന്നാൽ അത് വിട്ട് കുറച്ച് ഗ്യാപ്പുണ്ട്, ഒരു 3/4 കിലോമീറ്ററോളം അല്ലെങ്കിൽ ആ ഒരു കുറച്ചധികം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് കല്ലങ്കോടൻ മൊയ്തു വക്കീലിൻ്റെ സ്ഥലം വരുന്നത്. എന്നാൽ കല്ലങ്കോടൻ മൊയ്തു വക്കീലിൻ്റെ സ്ഥലത്ത് ഈ 3 ഏക്കർ മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്, അവിടെ അതിലേറെ ഭൂമിയുണ്ട്. എന്തുകൊണ്ട് ആ ഭൂമി മൊത്തം ലീഗ് വാങ്ങിയില്ല? 3 ഏക്കർ മാത്രമായി എന്തുകൊണ്ട് വാങ്ങി? കാരണം ഈ 3 ഏക്കർ ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഭൂമി അതിനനുസരിച്ച് വേറെ കച്ചവടം നടത്താൻ മൊയ്തു വക്കീലിന് സാധിക്കും. മൊയ്തു വക്കീലിൻ്റെ കുടുംബബന്ധത്തെ സംബന്ധിച്ചൊക്കെ നേരത്തെ തന്നെ ലീഗ് നേതാവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ തന്നെ വളരെ ഗൗരവമായ വിഷയമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ലീഗ് ഉയർത്തിയ ഒരു വാദം 15 ഏക്കർ നിലവിൽ വിറ്റവരുടെ കയ്യിലില്ല, അതുകൊണ്ട് തോട്ടഭൂമിയല്ല എന്നാണ്. വിചിത്രമായ വാദമായിട്ടേ കാണാൻ പറ്റും. അപ്പം അങ്ങനെ അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ്. എന്നാൽ സർക്കാർ ഏറ്റവും ഒടുവിൽ ഇറക്കിയ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. 11/6/2024 ഞങ്ങളതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ആ ഉത്തരവ് പ്രകാരം അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഇളവും ഇല്ല. അതായത് എൻ്റെ കയ്യിൽ ഉള്ള സ്ഥലം തോട്ടഭൂമിയാണെങ്കിൽ ഞാൻ വേറെ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 15 ഏക്കർ ഇല്ല എന്ന കാരണം കൊണ്ട് അത് തോട്ടഭൂമി അല്ലാതായി മാറുന്നില്ല. അങ്ങനെ ഒരു വാദമാണ് നേരത്തെ ഉന്നയിച്ചത്. ഇപ്പോൾ ഉള്ള ആളുകളുടെ കയ്യിൽ 15 ഏക്കർ കൂടുതലില്ല, അതുകൊണ്ട് തോട്ടഭൂമിയല്ല. ആ വാദം തെളിയിക്കാൻ ലീഗിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആ വാദം തെളിയിക്കാൻ സർക്കാരിൻ്റെ ഉത്തരവ് കൃത്യമായി 11/6/2024 കൃത്യമായി ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഉത്തരവ് വന്നിട്ടുമുണ്ട്. അവർ പറയുന്ന, ഞങ്ങൾ മനസ്സിലാക്കുന്ന അവർ പറയുന്നത് ഏതാണ്? അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുന്നത് ലാൻഡ് ബോർഡിൻ്റെ 2021 ഒക്ടോബർ 23 വന്നിട്ടുള്ള ലാൻഡ് ബോർഡിൻ്റെ ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ആ സർക്കുലറിൽ ഉണ്ടായിരുന്ന അവ്യക്തത ഉൾപ്പെടെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് 2024 ജൂൺ മാസം 11-ാം തീയതി സർക്കാർ ഉത്തരവ് ഗവൺമെൻറ് ഓർഡർ പുറപ്പെടുവിച്ചത്. ജൂൺ 11 ശേഷമാണ് അവർ ഭൂമി വാങ്ങിയത്. 2024 ജൂണിന് ശേഷമാണ്, അതിന് മുമ്പല്ല ഭൂമി വാങ്ങിയത്. ഇപ്പം മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത, തോട്ടഭൂമി ആവശ്യങ്ങൾക്ക് ലാൻഡ് ബോർഡ് സർക്കുലർ റവന്യൂ വകുപ്പ് റദ്ദാക്കി. ജൂൺ 16, 2024 വന്ന വാർത്തയാണ്. അതായത് സർക്കുലർ 2014 ഹൈക്കോടതി ഉത്തരവിൻ്റെ ലംഘനമാണെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. അപ്പോൾ അത് ആ കാര്യം കൃത്യമായി ഇതിൽ തന്നെ വാർത്തകൾ ഉൾപ്പെടെ വന്നതാണ്. ഞാൻ മനോരമയുടെ വാർത്ത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, പൊതുവെ എല്ലാത്തിലും വാർത്തകൾ വന്നതാണ്. അത് മന്ത്രിയും ഇത് സംബന്ധിച്ച് നിയമസഭയിലും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. TP രാമകൃഷ്ണൻ ഇപ്പോഴത്തെ LDF കൺവീനർ MLA അന്ന് 2024 ജൂൺ 19 ചോദിച്ച ചോദ്യത്തിന് നിയമസഭയിലും അത് സംബന്ധിച്ച് കൃത്യമായി മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അപ്പം ആ നിലനിൽക്കാത്ത ചില കാര്യങ്ങൾ ഒരു സർക്കുലർ ഉയർത്തിക്കാണിച്ച് പറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ തന്നെ വളരെ ഗൗരവമായി ആ വിഷയത്തെ സമീപിക്കേണ്ടതായിട്ടുണ്ട്.